തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മൂന്നാറിലേക്കാണ് ഈ യാത്ര. പെട്ടെന്ന് തീരുമാനിച്ച യാത്രയായിരുന്നത്. അല്ലെങ്കിലും അതുപോലെ പോകുന്ന യാത്രകളായിരിക്കും കൂടുതൽ അനുഭവങ്ങൾ തരിക. ആകെ ചെയ്ത വണ്ടിയുടെ കുറച്ച് മെയിൻ്റെനൻസ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ചെയിൻ ലൂബ് ചെയ്യുക എന്നുള്ളത്. വേറെ എന്ത് ചെയ്തില്ലെങ്കിലും കൃത്യസമയത്ത് എൻജിൻ ഓയിൽ മാറിയെന്ന് ഉറപ്പുവരുത്തുക. വൈകുന്നേരം ആയതോടെ ഞങ്ങൾ മൂന്നാറിൻ്റെ മലനിരകളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ അരികത്ത് കണ്ട ഒരു ഫുഡ് ട്രക്കിൽ കയറി ഞങ്ങളൊരു ചായയുടെയും പാസ്സാക്കി. ചായ കുടിക്കാൻ നിർത്തിയതായിരുന്നെങ്കിലും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്കൊരു സൺസെറ്റ് വ്യൂവും കിട്ടി. സൂര്യാസ്തമനത്തിൻ്റെ സ്വർണ്ണ വെളിച്ചവും മൂടൽമഞ്ഞും പച്ചപ്പും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു. അധികം വൈകാതെ തന്നെ അവിടെ ആകമാനം തണുപ്പോണ് തുടങ്ങിയായിരുന്നു. രാത്രിയായതോടെ ഞങ്ങൾ മൂന്നാറെത്തി. അങ്ങനെ ഒരു സ്റ്റേയും പിടിച്ചു. 1300 രൂപയാണ് ഒരു രാത്രിയിലേക്കായത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ മുറിയും വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ കാഴ്ചകൾ കാണാൻ ഇറങ്ങി. സൺറൈസ് ആയിരുന്നു ലക്ഷ്യം, പക്ഷെ ഉറങ്ങിപ്പോയതിനാൽ അത് നടന്നില്ല. അങ്ങനെ മൂന്നാറിൻ്റെ തെരുവുകളിലൂടെ ഞങ്ങൾ മുൻപോട്ട് നീങ്ങി. അതിരാവിലെ ആയതിനാൽ മൂന്നാറിൻ്റെ തെരുവീതികൾ ആക്റ്റീവായി തുടങ്ങുന്നതേ ഉള്ളൂ. താഴ്വാരമാകെ ജാഗറാണ്ട മരങ്ങൾ പൂത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ നാട്ടുകാർക്കിടയിൽ നീലവാക എന്നൊരു വിളിപ്പേരും കൂടെ ജാഗറാണ്ടയ്ക്കുണ്ട്. അവിടെ വെച്ച് കണ്ടുമുട്ടിയതായിരുന്നു ഇദ്ദേഹത്തെ. തമിഴ്നാടാണ് സ്വദേശം. ഒത്തിരി വർഷമായിട്ട് അവിടെ ജോലി ചെയ്ത് വരുവാണത്രേ. ഈ മുത്തച്ഛന് ഇദ്ദേഹത്തിൻ്റെയും ആ നാടിൻ്റെയും ഒത്തിരി കഥകൾ പറയാനുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ ഏതൊക്കെയോ ബോർഡേഴ്സ് കാണാമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മുൻപോട്ട് നീങ്ങി. കുറച്ചങ്ങ് കഴിഞ്ഞതോടെ പ്രധാന സ്ഥലങ്ങളിൽ തിരക്ക് വന്നു തുടങ്ങിയായിരുന്നു. ഈ കാണുന്ന പച്ചക്കറികളൊക്കെ അപ്പം അങ്ങ് വിളവെടുത്ത് വെച്ചിട്ടുള്ളൂ എന്ന് കണ്ടാൽ അറിയാം. ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ എടുത്തോളൂ എന്ന് പറഞ്ഞ് അവസാനം പോകാൻ നേരത്ത് ഒരു പുഞ്ചിരിയും സമ്മാനിച്ച് യാത്രയാക്കിയ ഇതുപോലുള്ള ഒത്തിരി നല്ല മനുഷ്യരുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്രയായി. അടുത്ത ലക്ഷ്യം മാട്ടുപ്പെട്ടി ഡാമാണ്. ഡാമിൻ്റെ ഇടതുവശത്തൂടെയുള്ള പാത പ്രവേശിച്ചാൽ അവിടെ ഒത്തിരി സുവനീർ കടകൾ കാണാം. ആ ഭാഗത്ത് തന്നെയാണ് വണ്ടിയുടെ പാർക്കിങ്ങും വരുന്നത്. കുറച്ചുകൂടെ അങ്ങ് നീങ്ങിയാൽ ഒത്തിരി വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നും റൈറ്റ് സൈഡിലേക്കുള്ള റൂട്ട് പിടിച്ചു. ചില ഏരിയകളിൽ ഫെൻസിങ് വെച്ചിട്ടുണ്ട്, ഒപ്പം ഫോറസ്റ്റ് ഓഫീസേഴ്സും. ചിലപ്പോൾ വന്യജീവികളുടെ സാന്നിധ്യം കൊണ്ടാവാം. മാട്ടുപ്പെട്ടി ഡാം റിസർവോയറിൻ്റെ മറ്റൊരു വശമാണിത്. മഴക്കാലങ്ങളിൽ മാത്രം മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ട് ഇതിൽ വന്ന് ചേരാറുണ്ട്. മൂന്നാറിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ ഐക്കോണിക് മഞ്ഞ ട്രാക്ടർ കിട്ടിയില്ലെങ്കിൽ മൂന്നാറിൻ്റെ യാത്രകളിലും വിഷ്വൽസിലും ഒരു ഗുമുണ്ടാവില്ല. അപ്പോഴേക്കും വൈകുന്നേരം ആവാറായി. തേയിലത്തോട്ടങ്ങളിലാവട്ടെ ചേച്ചിമാർ മത്സരിച്ച് നിന്ന് കുളന്തുന്നുള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു വളവാണത്. അതിനെ ഭംഗി കൂട്ടാൻ 2 ജാഗറാണ്ട മരങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്യാപ് റോഡിലേക്ക് വെച്ച് പിടിച്ചു. സ്ഥലത്തല്ല മാലിന്യങ്ങൾ തള്ളിക്കൊണ്ട് നമ്മുടെ ആൾക്കാരുടെ ബുദ്ധിശൂന്യമായ പ്രവൃത്തി ഇവിടെയും കാണാം. അങ്ങനെ നമുക്കൊരു ആനവണ്ടിയും കൂടി കിട്ടി. നമ്മളെ കണ്ടതും ആള് പാസ് അടിച്ചുകൊണ്ട് കടന്നുപോയി. താഴ്വര ആകെ ഇരുട്ട് വീണ് തുടങ്ങി, ഒപ്പം തണുപ്പും. അങ്ങനെ മൂന്നാർ താഴ്വരയോടും ജാഗറാണ്ട പൂക്കളോടും നമ്മൾ യാത്ര പറഞ്ഞു.